ഒന്ന് ഫോൺ ചെയ്യണായിരുന്നു. ഓ ഹലോ, ഇത് ഞാനാ സന്ധ്യ. വീട്ടിൽ നിന്ന് തന്നെയാ. അച്ഛൻ മില്ലിപ്പോയി. അമ്മ അടുക്കളയില്ല. ദേ പറഞ്ഞ പോലെ നാളെ കാലത്ത് ഫസ്റ്റ് ബസ്സിന് ഞാൻ പുറപ്പെടും കേട്ടോ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു. ദേ ഇയാളെ ബസ് സ്റ്റോപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ടൗണൊന്നും വലിയ നിശ്ചയില്ലാത്ത. ബസ് ഇറങ്ങുമ്പോ തന്നെ ഇയാളെ കണ്ടില്ലെങ്കിൽ മടക്കം ബസ്സിൽ തന്നെ ഞാൻ തിരിച്ചു വരും. സത്യം. അയ്യോ, അമ്മ വിളിക്കുന്നുണ്ട്. എന്നാ എല്ലാം പറഞ്ഞ പോലെ വെക്കട്ടെ. ചീറി പാഞ്ഞു വരുന്ന ബൈക്ക് നോക്കൂ. ആരാണ് ആ യുവ കോമളൻ? മനു കൃഷ്ണ. മുതുകിൽ മുഖം ചേർത്ത് മയങ്ങുന്ന സുന്ദരിയോ? അതെ, അവൾ തന്നെ സന്ധ്യ. അവളുടെ കരം കവർന്നുകൊണ്ട് അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ സല്ലപിക്കുന്നു, ഉല്ലസിക്കുന്നു, രണ്ടിണ കുരുവികളെ പോലെ. രണ്ടുപേരുണ്ടായിട്ടും എന്റെ ഒരു ഐസ്ക്രീം മാത്രം വാങ്ങിയത്? കണ്ടില്ലേ, അയാൾ നുണഞ്ഞതിൽ പാതി ഐസ്ക്രീം അവൾക്ക് കൂടിയുള്ളതാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾക്ക് കഥാപ്രസംഗം പോലെ എന്തൊക്കെ തോന്നിയ പറയുന്നത്? എടാ, നാളെ നടക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലേ ഉള്ളൂ. നിന്നെ തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല. ഇനി വിദ്യാവതരിക്കാൻ അങ്ങനെയൊക്കെ പറയുന്നത്. സത്യം ഉണ്ടാ, അച്ഛനെയും അമ്മയും വെട്ടിച്ച് നാളെ കാലത്ത് ടൗണിൽ എത്താമെന്ന് അവൾ അവന് വാക്കുകൊടുത്തു. ഞങ്ങൾ അതിന് സാക്ഷികളാ. നിന്റെ മനസ്സിലുള്ള പഴയ സന്ധ്യയല്ല, വളരെ പ്രാക്ടിക്കൽ അവളിപ്പോ. നീയൊക്കെ ചങ്ങമ്പുഴയുടെ രമണന്റെ കാലത്ത് ജനിക്കേണ്ടവനാ. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ പിന്മാറില്ലെന്ന് വെച്ചാ അതിന്റെ ദൂഷ്യം ഞങ്ങൾക്കാ. തൊഴിലില്ലാത്തൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ലടാ. വീട്ടിലിപ്പോ എന്തൊരു നല്ല മര്യാദ എന്നറിയോ? നേരാൻ നേരത്തിന് ഭക്ഷണം, പരിചരിക്കാൻ പെങ്ങന്മാര്. കുടുംബത്തിൽ വീണ്ടും ഒരു റബലായി ജീവിക്കേണ്ട കാര്യം ഓർക്കാൻ കൂടെ വയ്യടാ. ഒര നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെങ്കിലും കെട്ടിച്ചൂടാൻ ചിട്ടിച്ചേർന്നിരിക്കാൻ ഞാൻ. എന്റെ ചിട്ടി എങ്ങാനും പൊട്ടിച്ച സത്യമായിട്ട് നിന്നെ തട്ടുമുരളി. സ്വന്തം കഞ്ഞിന്ന് കിട്ടിയ പാറ്റെ ആരാന്റെ കഞ്ഞിലും കൊണ്ടുണ്ടോ? നിനക്കെന്തത്ര നിർബന്ധം? ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ? പിന്നെ ഞാൻ വിഡ്ഢിയാണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ അറിയാം. നാളെയോ? ഇതെന്താ ഒരുമാതിരി ഭാഗ്യക്കുറി അനൗൺസ്മെന്റ് പോലെ? നാളെ? അതെ, എന്റെ നറുക്കെടുപ്പ് നാളെയാ. എന്താ എന്ത് വെച്ചിടാ? ആ കാലമാടെ ഫസ്റ്റ് ബസ്സിന് ടൗണിലേക്ക് പോകണമെന്ന് തോന്നണേ. നമ്മുടെ ജീവിതം കുളം തോണ്ടിയിടാ. എന്താ അങ്ങനെ വിട്ടാ പറ്റില്ല. വാടാ, വരട്ടെ, വന്നിട്ട് ചാടിക്കാം. വിടരുതവനെ. ഈ കൊച്ചുവളപ്പങ്കാലെ തന്നെ ഒരുങ്ങി കുട്ടപ്പനായിട്ട് കാര്യം പറയുന്ന പ്രശ്നമേ ഇല്ല. നീ എവിടേക്കാ പോണത്? പറടാ. ടൗണിലേക്ക്. ടൗണിലേക്കോ? ടൗണിലേക്കോ? എന്തിനാ നീ ടൗണിലേക്ക് പോകുന്നത്? ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. അതെന്നെ അറിഞ്ഞതാ നീ ഒരു പമ്പരവിട്ടിയാണെന്ന്. ഇനിയിപ്പൊ ടൗണിൽ ചെന്ന് പ്രശ്നം വഷളാക്കി ഞങ്ങളെ കുത്തുവെള്ളം എടുപ്പിക്കണോടാ. മാറി നിൽക്ക്. ആരെതിർത്താലും ഞാൻ പോവും. പറയാനുള്ളവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ഒരു ഉറപ്പ് ഞാൻ തരാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ കാരണം നിങ്ങളുടെ ജോലി പോവില്ല. പോരെ? മുരളി, ടൗണിൽ നിന്ന് വരുമ്പോ കുറച്ച് പാറ്റയും കൂടി വാങ്ങിച്ചോളൂ, ഞങ്ങളുടെ കഞ്ഞിയിലിടാൻ. അവിടെ പോവാം. എന്താ നീ നാക്ക് കുടിക്കുന്നില്ലേ? നാക്കിറങ്ങിപ്പോയടാ. ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല.